ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി നേരത്തെ കഴിഞ്ഞു. ഉണ്ണേട്ടനാണെങ്കിൽ ഇന്ന് നൈറ്റ് വർക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ കുറേ നാളായി നൈറ്റ് ഒരു ഡ്രൈവിന് പോയിട്ട്, അപ്പോൾ അങ്ങനെ ജസ്റ്റ് പോവാമെന്ന് പറഞ്ഞ് തെങ്കാശി ടൗണിലോട്ട് പോയതാണ്. അപ്പോൾ തുണിക്കടകളിലേക്ക് ലൈറ്റിങ്ങും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ സ്ലോ ആയി ഇങ്ങനെ കാഴ്ച ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിലും നമ്മൾ റോഡിൽ ഡെയിലി പോകുന്ന വഴിയാണെങ്കിലും ഞങ്ങൾക്ക് അതിലേക്ക് ഓരോ ദിവസവും പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുഞ്ഞുങ്ങളാണെങ്കിലും അത് കണ്ടോ ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് സമയത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഒരു വെളുപ്പം കാലത്ത് പിള്ളേരെ വാ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. അവർ വേഗം ചാടി എണീക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഈ തുണിക്കടയിലൊക്കെ ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ലൊരു വെറൈറ്റി ടൈപ്പ് ബൾബ് കണ്ടു. നല്ല ലൈറ്റിങ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇങ്ങനെ പതുക്കെ പോയി. പിന്നെ നമ്മളിങ്ങനെ പതുക്കെ പോകുന്നതാണ്. ഓരോ തുണിക്കടക്കാരും അയ്യോ ഇവിടെ നിർത്താനാണോ, അവർക്കൊരു പർച്ചേസിങ് കിട്ടുമോ എന്നുള്ളൊരിതിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കണ്ടത് ഈ മണി പ്ലാന്റ് നല്ല ഭംഗിയിൽ നല്ല ഇതുവരെ കണ്ടിട്ടില്ല ആ രീതിയിൽ നല്ല ഇതായി ചെയ്ത് വെച്ചിരിക്കുന്നു. മണി പ്ലാന്റും ഉണ്ട്, പിന്നെ വേറൊരു ചെടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരത് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ മണി പ്ലാന്റ്. കണ്ടോ, നല്ല ഫ്രഷ്. പ്ലാസ്റ്റിക് ആണോ അതോ ഫ്രഷ് ആണെന്ന് പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് നന്നായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ ഒരു ചെടി ഇതെന്താണെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എവിടെയെങ്കിലും ഫാമിലൊക്കെ കാണുമ്പോൾ മേടിക്കണം എന്നൊക്കെ ഉണ്ണേട്ടൻ പറഞ്ഞു. ലൈറ്റിങ്ങിൽ ഈ നൈറ്റുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ലൊരു കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല, നല്ലൊരു ചെറിയ കാറ്റുമൊക്കെ ആയിട്ട് പോകാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. പിന്നെ എന്താ സച്ചും വിച്ചുമൊക്കെ അവർ ഒന്നാമതേ സച്ചുകുട്ടനൊക്കെ ലൈറ്റിൻ്റെ കുറച്ച് പരിപാടിയുള്ള ആളാണ്. എവിടുന്നെങ്കിലും ഒരു ചെറിയ ബൾബ് എന്തെങ്കിലും കിട്ടി അത് മിനി മോട്ടറും ബാറ്ററി HW ബാറ്ററിയൊക്കെ വെച്ച് റിപ്പയറിങ്ങും അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വിച്ചുകുട്ടൻ മെനു ഒക്കെ എടുത്ത് ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അവന് നോക്കാനൊന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് അവൻ്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണേട്ടൻ പറയുന്നുണ്ട് അവൻ ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചുവാണ് എൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ സച്ചുവിനെ അപ്പുറത്തോട്ട് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇരുത്തി, വിച്ചുകുട്ടിനെ എൻ്റെ അടുത്തിരുന്ന്. വിച്ചുവിന് ചിലപ്പോൾ കഴിക്കില്ല ഫുള്ള്, അപ്പോൾ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് ഇരുത്തിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അധികം ഓർഡർ ചെയ്യണ്ട, കാരണം തമിഴ്നാട്ടിലെ ഫുഡ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് ആവില്ലല്ലോ ചില ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ബട്ടർ ചിക്കൻ അല്ലായിരുന്നു, നല്ല തേനിൻ്റെ മധുരം പോലെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് മതി, നമുക്ക് വേറെ ഒന്നും ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. വെറുതെ മേടിച്ചിട്ട് എന്തിനാണെന്നുള്ളത് ഇത് കഴിച്ച് അങ്ങനെ അവന്മാരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ അത്യാവശ്യം നല്ല നീറ്റുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. കുറേ ചേച്ചിമാരാണ് നമുക്ക് സെർവ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ കഴിഞ്ഞാൽ ഫുഡൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്. വിച്ചുകുട്ടനെ അതിലോട്ട് നോക്കുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞ ഐസ്ക്രീം വേണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീമിൻ്റെ ഒരു ഷോറൂമിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.